വ്യക്തിയെ പരിശുദ്ധാത്മ തൊടുന്നു. ഭവനത്തിലേക്ക് വരണമേ, എന്റെ ജീവിതത്തിനകത്തേക്ക് വരണമേ. എനിക്ക് അങ്ങേ കൂടാതെ കഴിയാൻ പറ്റത്തില്ല, അങ്ങേ കൂടാതെ എനിക്ക് പോകാൻ കഴിയത്തില്ല. എന്റെ കടഭാരം എന്നെ കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല, എന്റെ രോഗം എന്നെ കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല. യേശുവേ, എന്റെ പ്രമാണം എന്നെ കൊണ്ട് എടുക്കാൻ കഴിയത്തില്ല. നീ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്റെ ജീവിതത്തിനകത്തേക്ക് ഒരു മാന്യതയുള്ള ദൈവം വന്നിട്ടുണ്ട്.
പരിശുദ്ധാത്മാവ് പറയുന്നു, ഒത്തിരി രോഗത്തിന്റെ ആത്മാവിനെ ദൈവത്തെ മാറ്റുന്നില്ല. ഭവനത്തിനകത്ത് ഒന്നും പല അസ്വസ്ഥമായിട്ട് വന്നിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോകുമ്പോൾ അതുകൊണ്ടല്ല നീ തിരിച്ചു പോകുന്നത്, അതുകൊണ്ടല്ല തിരിച്ചു പോകുന്നത്, അതുകൊണ്ടല്ല തിരിച്ചു പോകുന്നത്. സിസ്റ്റർ, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിന്ന് ഭയങ്കര വിടുതലാണ്. എനിക്കറിയത്തില്ല, ദൈവം നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എന്നോട് പറയും, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഭയങ്കര വിടുതൽ നിന്നിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല എന്താണ്, പക്ഷെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് കയറി പോകാൻ കഴിയാത്ത എന്തെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്ത് പരിശുദ്ധൻ ഭയങ്കരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്റെ കരം ഉയർത്തിയാണ്, പരിശുദ്ധാത്മാവേ എന്നെ തൊട്ടതിനായി നന്ദി, എല്ലാം മാറ്റിയതിനായി നന്ദി. പറ, ഞാൻ ഇങ്ങോട്ടൊന്നും കുറെ പ്രശ്നത്തിലാണ് വന്നത്, പക്ഷേ ഞാനിനി ഒന്നും കാണത്തില്ല, ഞാനിനി ഒന്നും കാണത്തില്ല. ഞാനിനി ഇങ്ങോട്ടൊന്നും എനിക്ക് കടഭാരം ശരിയാണ്, പക്ഷെ അതിനുള്ള വൈദ്യം തുറന്നതിനായി നന്ദി പറയുന്നു. എനിക്ക് പല രോഗമുണ്ടായിരുന്നു, പക്ഷേ ഇനി അതിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കത്തില്ല, ഒരു രൂപ പോലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കത്തില്ല. നിങ്ങളുടെ ഭർത്താക്കന്മാരും ജോലി ചെയ്യുന്ന കാശ് നിങ്ങൾക്കുള്ളതാണ്. ഒരു ഹോസ്പിറ്റൽ വളർത്തേണ്ടതല്ല, ഒരു ഹോസ്പിറ്റൽ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കൂട്ടേണ്ടതല്ല, അത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതാണ്. പറ, യേശുവേ എന്റെ കയ്യിൽ നിന്ന് പോകുന്ന സമ്പത്തിനെ യേശുവിന്റെ നാമത്തിൽ തടയിടുന്നു. ഒരു രൂപയ്ക്ക് പോലും ഞാൻ മരുന്ന് വാങ്ങത്തില്ല. വാശിയോടെ പറ, വാശിയോടെ പറ. അതുപോലെ ഞാൻ ഒരു രൂപ പോലെ കടഭാരം എനിക്ക് ഉണ്ടാകത്തില്ല. എല്ലാ ദൈവമക്കളെ കണ്ണുകൾ രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദം, തിരുവഴുത്തുകളുടെ ആഴങ്ങളിൽ കൂടെ അങ്ങയുടെ പൃഥ്വിയിൽ കൂടെ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ഹൃദയംഗമായി നമ്മെ സമർപ്പിച്ചുകൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിൽ, യേശു നമ്മുടെ കുടുംബത്തിലാണ്, യേശു നമ്മിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന നാഥനാകുകയാൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇന്ന് രാത്രിയിൽ? എന്റെ ഭവനത്തിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറകളിൽ, എന്റെ ദേശത്തിൽ, എന്റെ വിഷയത്തിന്റെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ യഹോവയുടെ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു. ആമേ, സന്തോഷത്തോടെ ഹൃദയപൂർവം അത് ഓർക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമുക്ക് കൃപ നൽകട്ടെ. എല്ലാ ദൈവമക്കൾക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹോന്നതനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വിലയേറിയ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചാരംഭിക്കപ്പെട്ട സമയം മുതൽ ഇതുവരെയും അങ്ങയുടെ സാന്നിധ്യം അങ്ങ് പകർന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പാടുവാൻ, ആമേ, പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. ഇവിടെ നടന്ന ശുശ്രൂഷകളിൽ അങ്ങയുടെ സാന്നിധ്യം പകർന്നല്ലോ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ പൃഥ്വിനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ കുറിച്ചുള്ള ശക്തമേറിയ തിരുവഴുത്തുകളുടെ ആലോചനകളെ കർത്താവ് കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. അത്ഭുത മന്ത്രിയായ ദൈവമേ, ഹല്ലേലൂയ. ആ വലിയ അത്ഭുതങ്ങളുമേറിയ പ്രവൃത്തികള് ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവില് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ റിസൾട്ടുകള് കർത്താവേ, നാളെ സന്തോഷത്തോടെ ജനം കടന്നു വന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പിന്നെ നമ്മയോടെ ആരാധിപ്പാൻ സ്വർഗം സഹായിക്കണമേ കർത്താവേ. ഈ 3 ദിനങ്ങളില് ഈ ദേശത്ത് നടക്കുന്ന ഈ സുവിശേഷ യോഗ ഈ പട്ടണത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, അനേക കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, അനേക തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, ഇതിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കൊണ്ട്, മനസ്സുകൊണ്ട്, കരങ്ങൾ കൊണ്ട്, അധ്വാനം കൊണ്ട്, നന്മ കൊണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന എല്ലാ കരങ്ങളെയും കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചന ശുശ്രൂഷയുടെ പൃഥ്വിയെ
ദൈവ കുടുംബമായി അനുഗ്രഹിക്കണം. അവിടെ ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. കർത്താവേ, സ്തോത്രം. തുടർന്നുള്ള ദിനങ്ങളില് അങ്ങയുടെ അഭിഷക്തന്മാരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിയാലി ടീമിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവരെ അനുഗ്രഹിക്കണമേ, ടീമിനെ അനുഗ്രഹിക്കണമേ, എന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന്. ലോകരക്ഷിതമായ യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും സംസർഗം കൂടായ്മയും പരിശുദ്ധാത്മാവിന്റെ കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേൾപ്പിച്ച തിരുവെഴുത്തുകളോടും കേട്ട് ആമെ വിടുതൽ പ്രാപിച്ച ദൈവജനത്തോടും അവിടെ മടക്കി യാത്രകളോടും തുടർന്നുള്ള ദിനങ്ങളിൽ ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തികളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമരോടും ഇന്നും എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ യോഗത്തിൽ കൂടെ കർത്താവ് വിജയവും വിടുതലും പ്രത്യാശയും നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും കർത്താവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാ ദൈവമക്കളും നാളത്തെ ആരാധനയ്ക്ക് അനവധി പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടിവരുത്തു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അനവധി പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിന് ഒരു ആശ്വാസവും തണലും ദൈവം പ്രവർത്തിക്കുന്നത് കാരണമായി തീരട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ നാളെയും മറ്റന്നാളും ഇവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോട് ദൈവമക്കൾ കടന്നു വരുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. உள்ளத்தை கேட்டாரையா நான் தேடி